ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു മേത്തി പറാത്തയാണ്. തേപ്പിള എന്ന് പറയും. അത് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി കൊണ്ടുപോയാൽ നമുക്ക് 2 ദിവസം കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു റൈത്ത കൂടെ കാണിക്കുന്നുണ്ട്. വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ തേപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 കപ്പ് മാവിന് ഏകദേശം അത്ര തന്നെ മേത്തി സാധാരണ ചേർക്കാറുണ്ട്. പക്ഷേ കയ്പ്പ് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കാം. 2 കപ്പ് മാവിന് 1 കപ്പ് മതി. 1 കപ്പ് എന്ന് പറയുമ്പോൾ കഴുകി നന്നായിട്ട് അരിഞ്ഞിട്ട് നല്ല കപ്പിൽ അളന്നെടുക്കണം. അമർത്തി അളന്നെടുത്തത് 1 കപ്പ് അങ്ങനെ ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് മല്ലിയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് അജ്വൈൻ, മറ്റേ ഓമം എന്ന് പറയും, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ചിലർക്ക് ഓമത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. അത് വയറിനൊന്നും കുഴപ്പം വരാതിരിക്കാനൊക്കെ നല്ലതാണ്. ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചേർത്താൽ മതി. പിന്നെ കുറച്ച് ശർക്കരയുടെ പൊടിയാണ്. അത് ഈ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കരയുടെ പൊടി ചേർക്കുന്നത്. അത് ചേർക്കണം നിർബന്ധമില്ല, വേണമെന്നുള്ളവർക്ക് അത് ചേർത്താൽ മതി. പിന്നെ വെളുത്ത എള്ള്, പിന്നെ കുറച്ച് നാരങ്ങ നീര്, കുറച്ച് തൈര്, കായപ്പൊടി, കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും, അങ്ങനെ ഇത്രയും സാധനം ചേർക്കണം. പിന്നെ ഉപ്പ്. അപ്പോൾ ഇത് തൈര് നമ്മൾ ചേർക്കുമ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോകാനോ ആണെങ്കിൽ, ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിൽ തൈര് ചേർക്കരുത്, കേടായി പോകും. അതല്ലാതെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 2 ദിവസം ഇത് കേടാവാണ്ടിരിക്കും. അപ്പോൾ കൊണ്ടുപോകാനാണെങ്കിൽ, നമ്മൾ എവിടെയും യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിൽ നമ്മൾ മേത്തി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ളമയം മാറ്റിയിട്ട് നമ്മൾ മാവിൽ ചേർത്ത് കുഴയ്ക്കണം. അതല്ലെങ്കിൽ ആ ചപ്പാത്തി ഒന്ന് കേടായി പോകും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് ആദ്യം മേത്തി ഇല, ഇത് മേത്തി ഇല നമ്മൾ വാങ്ങിയിട്ട് അതിൻ്റെ ഇല മാത്രം, തണ്ടില്ലാണ്ട് ഇല മാത്രം എടുത്ത് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് അതിനെ കഴുകി അതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ വെക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വിഷം അടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോവും. അങ്ങനെ കഴുകിയെടുത്ത് തോർത്തിയെടുക്കണം അതിനെ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. മല്ലിയില ഇട്ടു, പിന്നെ ജീരകപ്പൊടി, കുറച്ച് ജീരകം, മുഴുവൻ ജീരകം ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അതല്ലെങ്കിൽ ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടി ചേർക്കാം. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഒരു സാധനം ഞാൻ പറയാൻ മറന്നുപോയി. ഇത് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും ജിഞ്ചറും കൂടെ, ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ച് വെച്ചതാണ്. ഇത് നമുക്ക് കറികളിലും ചേർക്കാം. ഇതുപോലത്തെ പൊറാട്ട ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ചേർത്തതുകൊണ്ട് ഇത് നല്ല ഒരു ടേസ്റ്റും മണമൊക്കെ കൊടുക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, ഇനി ശർക്കരപ്പൊടി നമുക്ക് ചേർക്കാം. ഇതിന് പകരം കുറച്ച് ഷുഗർ ചേർത്താലും മതി. അജ്വൈൻ ഇത് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കണം. ഇത് വെളുത്ത എള്ളാണ്. വെളുത്ത എള്ള് നല്ല അതിൽ ചേർക്കും, ചപ്പാത്തിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു മണം വരും. ഒരു 1 ടീസ്പൂൺ. കുറച്ച് നാരങ്ങ നീര്, അതൊരു കുറച്ച് മതി. ബാക്കി ഞാൻ സാലഡിന് വേണ്ടിയിട്ട് വെച്ചേക്കും, റൈത്ത ഉണ്ടാക്കാൻ. ഇനി കായപ്പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ മതി. ഇനി എണ്ണ ചേർക്കാം. എണ്ണ അല്ലെങ്കിൽ നെയ്യ്. ഒരു 1/4 കപ്പ് തൈര് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് ഇപ്പോൾ കുറച്ച് ദിവസം ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചേർക്കരുത്. അതല്ല ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിൽ അതിനും തൈര് ചേർക്കരുത്. ഇനി മാവ് ചേർക്കാം. 2 കപ്പ് മാവാണ്. ഇത് 1/2 കപ്പ് അളവാണ്, അതുകൊണ്ട് ഞാൻ 4 കപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ വെറുതെ കഴിക്കാനും കൊള്ളാം. അപ്പോൾ നമ്മൾ ആ കണക്കിന് ഉപ്പ് ചേർത്തേക്കണം. നമ്മളിപ്പോൾ കറി ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും വിശക്കുന്നെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ വെറുതെ കഴിക്കാൻ പറ്റും. സാധാരണ ചപ്പാത്തി പോലെയല്ല. നിങ്ങളെവിടെയും യാത്ര ഇപ്പം ലേഡീസ് വീട്ടിലില്ലാത്ത ഒരു അവസരം വരുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി ഫുൾ കുക്ക് ചെയ്ത ശേഷം വേണമെങ്കിൽ വയ്ക്കാം. അതല്ല, നിങ്ങൾക്ക് പരത്തിയതിന് ശേഷം ബട്ടർ പേപ്പർ ലെയർ ചെയ്ത് നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിരുന്നാൽ അവർ ആവശ്യത്തിനടുത്ത് ഉണ്ടാക്കി, മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുള്ളൂ.
കാരണം തൈര് പിന്നെ ഇലയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ വെള്ളം കുറേശ്ശെ ചേർത്ത് കുഴയ്ക്കണം. ഒത്തിരി ടൈറ്റായിട്ട് കുഴയ്ക്കരുത്, നല്ല സോഫ്റ്റ് ആവണം. സാധാരണ ചപ്പാത്തിയൊക്കെ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവണം. അങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ നമ്മൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചെല്ലാം മാവ് നന്നായി കുതിർന്ന് വരണം. എന്നാലും എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ പിടിച്ച് നല്ലൊരു സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് എണ്ണ പുരട്ടി ഉണങ്ങി പോകാണ്ടിരിക്കാനാണ്. അതിൻ്റെ പുറത്തല്ലെങ്കിൽ ക്രാക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഉണ്ടാക്കാൻ പറ്റില്ല. ഏത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും നമ്മൾ പുറത്ത് കുറച്ച് എണ്ണ തടവണം. അപ്പോൾ ചിലർ ടിഷ്യൂ പോലെ എന്തെങ്കിലും നനഞ്ഞ തുണി ഇതിൻ്റെ പുറത്തിട്ട് വയ്ക്കും. അപ്പോൾ എണ്ണ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നനഞ്ഞ തുണി ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ക്രാക്കായിട്ട് ഇങ്ങനെ വരില്ല. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരത്തുമ്പോൾ അതിൻ്റെ വെടിച്ച് സൈഡൊക്കെ ഇതാകും. പിന്നെ മാവ് കറക്റ്റ് പരുവത്തിന് കുഴച്ചില്ലെങ്കിലും മാവിൻ്റെ പുറവശം വെടിച്ച മാതിരിയായി പോവും. ഇതിനെ കവർ ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. ഇപ്പോൾ തന്നെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. കുറച്ചുകൂടി കുഴച്ച സമയത്തുള്ളതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. ചെറിയ ഉരുളകളായിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കട്ടിക്ക് പരത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, നൈസായിട്ട് പരത്താം. പക്ഷേ നമ്മൾ വെച്ചേക്കാനാണ് കുറച്ച് സമയം കഴിഞ്ഞ് യൂസ് ചെയ്യുള്ളെങ്കിൽ നമ്മൾ കുറച്ച് കട്ടിയായിട്ട് പരത്തുന്നതാണ് നല്ലത്, സാധാരണ ചപ്പാത്തിയേക്കാളും. അതല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. നമുക്ക് സിമ്പിളായിട്ടൊരു റൈത്ത ഉണ്ടാക്കാം. ഈ റൈത്ത നമുക്ക് ഏത് ചപ്പാത്തി, എങ്ങനത്തെ ചപ്പാത്തിയുടെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. ഇത് എണ്ണ, വെളിച്ചെണ്ണയല്ല എണ്ണയാണ്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക്, ഇത്തിരി മതി, കുറച്ച് ജീരകം. കറിവേപ്പില വേണമെന്നുള്ളവർക്ക് അതിടാം. 2 പ്രാവശ്യം നമ്മൾ ഇപ്പോൾ ആദ്യം സോട്ട് ചെയ്ത് പിന്നെ കടുക് വറുത്ത് ഇടുന്നേക്കാളും കുറച്ച് എണ്ണ ഇട്ട് ആദ്യമേ അതങ്ങ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളവർക്ക് അങ്ങനെ രണ്ടാമതും നമുക്ക് ഫ്രൈ ചെയ്തിടാം. ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ചെറിയ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിത് ഒരുമിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റാണ്. എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എളുപ്പം എടുക്കാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാണ്. നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കാത്ത, വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് അതും കഴിച്ചോളും. സാലഡൊക്കെ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ് ചേർക്കുന്നത് അവരറിയുകയില്ല. ഇത് ഒത്തിരി വേവൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് ചേർക്കാം. ഇതൊരു ചെറിയ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലിട്ടത്. 1 മിനിറ്റ് അത്രയും മതി. എന്നിട്ട് ഇതങ്ങ് എടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷമേ, ഒത്തിരി ഒന്ന് തണുത്തിട്ടേ നമ്മൾ സൈഡിൽ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മുളക് പൊടി. ഇത് ചിലർ നേരെ മുളക് പൊടി തൈരിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യും. അതെല്ലാം അതിൻ്റെ പച്ചമണം ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചേർക്കട്ടെ, ഇതുപോലെ ചേർത്താലും മതി. അതല്ല ചുമന്ന മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞത് നമുക്കല്ലാതെ ചേർത്ത് കൊടുക്കാം. തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ്, നല്ല കട്ട തൈരാണ്. അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ജീരകപ്പൊടി, ഒരു നുള്ളിൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോയും ക്യാരറ്റും ഇതിനകത്തേക്ക് ഇടാം. എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചേർത്ത് സാലഡ് ഉണ്ടാക്കാം. പുളിയുള്ള തൈരാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കണം.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില. ഇത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെജിറ്റബിൾ സോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബീറ്റ്റൂട്ട് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ്. നമ്മുടെ റൈത്തയും ചപ്പാത്തിയും റെഡിയായി. നല്ലൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അതിൻ്റെ കമൻറ്റ്സ് അറിയിക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.